ഈ ആഴ്ചത്തെ JP ജംഗ്ഷൻ ആകുകയാണ്. ജോൺ ബ്രിട്ടാസും പിഷാരടിയും നേർക്കുനേർ. പേനയില്ലാത്ത ഞാനും പേനയുള്ള ആളും. രമേശ് പിഷാരടി JP ജംഗ്ഷനിലേക്ക് സ്വാഗതം. നമസ്കാരം. കുറെ കാലമായി എനിക്ക് പിഷാരടി ഇവിടെ ഒന്ന് പിടിച്ചിരുത്തണമെന്നുണ്ട്. അതെ, എനിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിഷാരടിയെ കുറിച്ച് പല ആൾക്കാരും പല കാര്യങ്ങളും ഇവിടെ വരുന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഈ വിദ്വാനത് എന്തൊരു മുതലാണ് അദ്ദേഹത്തിന് ഇവിടെ പിടിച്ചിരുത്തണ്ടേ. ഞാൻ ഇവിടെ പലർക്കും അഭിപ്രായം പറയാനും ചോദ്യങ്ങൾ ചോദിക്കാനും വന്നിട്ടുണ്ട്. ഇന്നാണ് അതിനുള്ള സമയമായത്. പിഷാരടി ഇപ്പോൾ പ്രായപൂർത്തിയായി. ആ, മിനിസ്ക്രിൽ നിന്ന് 19 തികഞ്ഞു. 19 ഇപ്പൊ കഴിഞ്ഞ ചിങ്ങത്തില്. അതെ, നല്ല ഉത്തമനായ ഒരു ചെറുപ്പക്കാരൻ. ഇനിയും വല്ലോടത്തേക്ക് ഇങ്ങോട്ട് അയക്കാൻ നമുക്ക്. അതെ, അതാണ് കുടുംബ സദസ്സുകളെ കീഴടക്കിയ ശേഷത വെള്ളിത്തിരയിലേക്ക് പിഷാരടി എത്തി. സംവിധായകൻ. വേറെ ചെറിയ പണിക്കൊന്നും പോയില്ല. ഇല്ല, വേറെ പല ചെറിയ പണി എടുത്തിട്ടുണ്ട്. എല്ലാ പണിക്കും സംവിധാനം, സ്ക്രിപ്റ്റ്, അങ്ങനെയുള്ള ഈ ആദ്യത്തെ ചവിട്ടുപടികളൊന്നും വേണ്ട. സ്ക്രിപ്റ്റ് ഞാൻ നമ്മുടെ പല സിനിമകളിലേക്ക്, സുഹൃത്തുക്കളിലേക്ക്, പടങ്ങൾക്ക് ഇങ്ങനെ കോമഡി എഴുതാനും അല്ലെങ്കിൽ അതിന്റെ കൂട്ടത്തിലൊക്കെ ഇരുന്നിരുന്ന് ശീലമുണ്ട്. സഹസംവിധായകനും പോയിട്ടില്ല. പക്ഷെ നമ്മൾ ഈ സ്റ്റേജിൽ നമ്മൾ പാട്ടുമല്ലോ സ്കിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും സ്കിറ്റ് ഒരു സിനിമയുടെ മിനിയേച്ചർ റൂം പോലെയാണ്. അതിന്റെ ഫുൾ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അപ്പോൾ പിന്നെ വലിയ വലിയ ഷോകൾ വന്നു തുടങ്ങിയപ്പോൾ സിനിമ നടന്മാരെ വെച്ചിട്ടുള്ള സ്കിറ്റുകൾ എഴുതാൻ തുടങ്ങി. അങ്ങനെ അത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതാണ് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ്. നോക്കട്ടെ, ഏകദേശം എന്ത് പറഞ്ഞാൽ ചിരിക്കും, എന്ത് പറഞ്ഞാൽ ചിരിക്കൂല എന്നുള്ളൊരു സെൻസ് കിട്ടാൻ സ്റ്റേജ് ഉപകരിച്ചിട്ടുണ്ട്. അത് ഒരു പക്ഷേ സിനിമ സംവിധാനം ചെയ്തപ്പോൾ അതിന്റെ ടൈമിംഗ് എങ്ങനെ വേണം, ഓരോരുത്തർ ഡയലോഗ് ഡെലിവറി വേണം, എപ്പോൾ എടുക്കണം, ഇതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായി. അതൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഒരു റിസ്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് കോമഡി ചെയ്ത് കഴിഞ്ഞാൽ കോമഡി എനിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ സമ്മതിച്ച കാര്യമുണ്ട്. എല്ലാം കഴിയുമ്പം അത് മിമിക്രി, അവൻ മറ്റേ സ്റ്റേജ് ചെയ്യുന്നതൊക്കെ തന്നെ സിനിമയിലും ചെയ്തു എളുപ്പത്തിൽ പറയുകയും ചെയ്തു. ആ ബ്രാക്കറ്റിൽ പിടിച്ചിട്ട് കളയും. ബ്രാക്കറ്റ് പെട്ടെന്ന് പിടിച്ചിരുത്തി കളയും. എക്സ്പെക്ടേഷൻ സാധൂകരിക്കുന്ന കോമഡികൾ വേണം താനും. എന്നാൽ അങ്ങനെ ഫുള്ളായിട്ട് കോമഡി മാത്രം പിഷാരടി ഫുൾ കോമഡി ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ സിനിമയിൽ അങ്ങനെ ഒരു ഫുൾ കോമഡി എന്നുള്ള പരിപാടിയിലേക്ക് പോയില്ല. ഫുൾ കോമഡി ഒന്നും പോയില്ല. ആവശ്യമുള്ളത് മാത്രമായിട്ട് ആവശ്യമുള്ള കോമഡി അതിന്റെ ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. പ്രതീക്ഷിച്ച ലെവലിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതേ ഉള്ളൂ. വരട്ടെ ഒരാൾ. നമസ്കാരം ബ്രിട്ടാസ്. ഹായ് പിഷു. നമസ്കാരം. പുതിയ ചിത്രത്തിൽ എനിക്കൊരു രൂപം പിഷാരടി സമ്മാനിച്ചു. ഒരു മൊട്ടത്തലയും കൊടവയറും അതൊക്കെ ആയിട്ട്. ആ കഥാപാത്രത്തിന് പേരില്ല. ഒരുപക്ഷെ ഇനി ഒരു പേര് ആലോചിക്കുമായിരുന്നെങ്കിൽ അതെന്ത് പേരായിരിക്കും എനിക്ക് ആ കഥാപാത്രത്തിന് ചേരുക എന്ന് പിഷാരടിക്ക് തോന്നിയിട്ടുണ്ട്. അതൊന്ന്. പിന്നെ വേറൊരു കാര്യം പിഷാരടിക്ക് അറിയില്ല. അതായത് അത് ഡയറക്ടർ കമലും സത്യനന്ദിക്കാടും രാജസേനും അങ്ങനത്തെ ഒരുപാട് ഡയറക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഫാസിലിൻ്റെ അടുത്ത് ഒരിക്കൽ ജയറാമിനെ വെച്ച് എന്താണ് ഒരു സിനിമ ഇതുവരെ ചെയ്യാത്തതെന്ന് ഒരിക്കൽ ചോദിച്ചപ്പോൾ, ഇയാളെ വെച്ച് ഒരു പടം ചെയ്താൽ അടുത്ത സിനിമയും ഇയാളെ വെച്ച് തന്നെ ചെയ്യാൻ നമുക്ക് തോന്നും, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് വരെ എന്ന് ഫാസിൽ ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടുത്ത സിനിമകളും പ്ലാൻ ചെയ്യുമ്പോഴും ഈ രൂപമല്ലാതെ പിഷാരടിയുടെ മനസ്സിലേക്ക് വേറെ രൂപം വരില്ല നോക്കിക്കോളൂ. അത് വേറൊരു എൻ്റെ ഒരു മാസ്മരിറ്റിക് ഒരു ഇതാണത്. അപ്പോൾ എന്നെ വെച്ച് തന്നെ അടുത്ത സിനിമയും അതിനടുത്ത സിനിമയും ചെയ്യണം തോന്നും. അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ ആളുകൾ പറയും പിഷാരടി അത് വേണോ, ഒരെണ്ണം അയാളെ വെച്ച് ചെയ്തില്ലേ, ഇനി മോഹൻലാൽ വെച്ച് മമ്മൂട്ടിയെ വെച്ച് ചെയ്യുന്നതല്ലേ നല്ലതെന്ന് ആളുകൾ പറഞ്ഞു തരാൻ ഉണ്ടാവും. പക്ഷെ അത് വിശ്വസിക്കരുത്. ഈ കോമ്പിനേഷൻ തന്നെ പോകുന്നതാണ് നല്ലത്. എല്ലാം പറഞ്ഞിരിക്കണം. എല്ലാം പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഇപ്പൊ പെട്ടെന്ന് പേരിടാം. ഞാൻ ഓർത്തിട്ടില്ല ഇത്ര നാൾ അങ്ങനെ ഒരു പേര് ചോദിക്കുന്നത്. സുഗുണൻ എന്ന് പേരിടാം. സുഗുണൻ. ഒരുപാട് ഗുണങ്ങളുള്ള ഒരാൾ, അതുകൊണ്ട് സുഗുണൻ ഇരിക്കട്ടെ. ഇങ്ങനെ ഒരു മേക്ക് ഓവർ പിന്നെ ജയറാമിന് പറ്റുമെന്ന് എങ്ങനെയാണ് പിഷാരടി ചിന്തിച്ചത്? ഞാൻ ആദ്യം ലാഫിംഗ് ബുദ്ധ എന്നായിരുന്നു ഈ സിനിമയ്ക്ക് പേര് പ്ലാൻ ചെയ്തത്. അപ്പം നമ്മളൊരു വീട്ടിലേക്ക് വന്നു കയറിയാൽ ഭാഗ്യം ഉണ്ടാകുന്ന ഓർത്ത് എടുത്തു വെക്കുന്ന റിസ്ക്. ഇപ്പം ലാഫിംഗ് ബുദ്ധ മേടിച്ചിട്ട് തെറ്റായ സ്ഥാനത്ത് വെച്ചാൽ ദോഷം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. അപ്പൊ ഭാഗ്യം കിട്ടാൻ വേണ്ടി എടുക്കുന്ന റിസ്ക് അതാണ്. ഇയാളൊരു വീട്ടിലേക്ക് വരുവാണല്ലോ ഈ കഥയില്. ചാക്കോച്ചന്റെ വീട്ടിലേക്ക് ഇയാൾ വരുന്നതാണല്ലോ. അങ്ങനെ ഇട്ടു. അങ്ങനെ ലാഫിംഗ് ബുദ്ധ എന്നൊക്കെ പേരിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട് കണ്ണൂരുള്ള, ഇങ്ങനെ ഒരു സിനിമയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്താ പേരിടുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ലാഫിംഗ് ബുദ്ധ എന്നാ പേരിടുന്നത്. എന്ന് വെച്ചാൽ എന്താ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് തോന്നി ഇത് മനസ്സിലാവുന്നില്ലല്ലോ. പിന്നെ ഞാൻ അതുകൊണ്ടാണ് ഈ രൂപം ഇങ്ങനെ ആക്കിയത്. വയറും ആ ഒരു പ്രതിമയുടെ രൂപമാണ് ജയറാമേട്ടനുള്ളത്. ജയറാമേട്ടൻ 30 വർഷമായെങ്കിലും ഇത്രയും ഒരു അടിമുടി മാറിയിട്ടുള്ള ഒരു കഥാപാത്രം അദ്ദേഹം ചെയ്തിട്ടില്ല. അപ്പൊ ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എനിക്കറിയാം ജയറാമേട്ടന്റെ മാനറിസങ്ങളും ജയറാമേട്ടൻ സ്ഥിരം. അഥവാ ജയറാമേട്ടൻ എന്തെങ്കിലും ലൊക്കേഷനിൽ ഒരു സാധനം വന്നു പോയാൽ പോലും ഞാൻ ചേട്ടാ ഇപ്പൊ കാണിച്ച സാധനം ചേട്ടൻ സ്ഥിരം ചെയ്യുന്നതാണ്, അങ്ങനെ വേണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റുമായിരുന്നു. ജയറാമിന്റെ രൂപത്തെ കുറിച്ച് വ്യക്തത
വയറിലും ചെവിയിലാണ് കോൺസെൻട്രേഷൻ കൂടുതൽ. വയറ്, ചെവി, പിന്നെ ആക്ടിങ്. ജയറാമേട്ടന്റെ കണ്ണ് ചെറുതല്ലേ, ഇതിൽ നല്ലോണം കണ്ണ് എല്ലാ സമയത്തും കണ്ണ് തുറന്നു പിടിച്ചായിരിക്കുന്നത് ജയറാമേട്ടൻ. കുറച്ച് അധ്വാനിച്ചു. അതായത് ജയറാമേട്ടന്റെ കണ്ണ് തുറന്നു പിടിക്കും. അവിടെ പിരിയും പൊക്കി പിടിച്ചാൽ പിന്നെ അവിടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂല ഇങ്ങനെ നിന്നാല്. അതുപോലെ ചുണ്ടോണ്ട് മിണ്ടുന്നത്, തൊണ്ടയോണ്ട് എന്താന്നേ നിങ്ങൾ പോയായിരുന്നോ എന്ന് ചോദിച്ചാൽ താഴെയും ഒട്ടും എക്സ്പ്രസീവ് ആക്കാൻ പറ്റൂല, മുഖം വളരെ ലോക്കായി പോകും. അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തത്. പിന്നെ രണ്ടാമത് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനമാണ് ജയറാമേട്ടൻ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലിരുന്നോളും പറഞ്ഞാല് കാര്യങ്ങൾ പല സമയത്തും നമ്മൾ ജയറാമേട്ടൻ നിലത്ത് കമിഴ്ന്ന് കിടക്കുന്ന ഒരു സീനിലൊക്കെ അവിടെ തലേ ദിവസം പിറ്റേ ദിവസം അതിന്റെ അതിൽ നിന്നൊക്കെ കഴുത മൂത്രം വെച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഷോട്ട് കഴിഞ്ഞിട്ടാണ് പുള്ളി പറഞ്ഞത് കഴുതമൂത്രത്തിന്റെ മണം എന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകണ്ടായിരുന്നു. അപ്പൊ അതെടുത്ത് ഡെറ്റോൾ കൊണ്ട് കഴുകിയിട്ട് ഞാൻ കിടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞാല് പ്രശ്നമാണ്. മാത്രമല്ല ഇങ്ങനൊരു പടത്തില് ഒരിക്കലും നടന്റെ സമയത്തിന് കഴുതയൊട്ടവോ അഭിനയിക്കൂല. അതിന്റെ സമയത്തിന് ഈ നടന്മാര് തന്നെ അഭിനയിച്ചേ പറ്റുള്ളൂ. അപ്പം ജയറാമേട്ടൻ ഈ മൃഗങ്ങളോട് ഉള്ളൊരു സഹവാസം കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് അത് എളുപ്പമായിരുന്നു. പക്ഷെ കഴുതയല്ലേ, പുള്ളിക്ക് ആനയൊക്കെ കേട്ടോ. പുള്ളിക്ക് ആനയൊക്കെയാണ്. ആനയുണ്ട്, കഴുതയെ പിടിച്ച് കുളിപ്പിക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അല്ല, മൃഗങ്ങളോട് മൊത്തത്തില് ഒരു കമ്പുണ്ട്, ആനക്കമ്പം ഉണ്ടെന്നെങ്കിലും മൃഗങ്ങളോട് മൊത്തത്തില് കുതിര മാത്രം എവിടെയോ ട്രെയിനിങ്ങിന് പോയിട്ട് തലകുത്തി വീണ കാരണം ചെറിയ പേടിയുണ്ട് ജയറാമേട്ടന്. കുതിരപ്പുറത്ത് എടപ്പള്ളി പാലത്തിന്റെ മേളിൽ കൂടെ നടത്തി. അപ്പം കുതിര പ്രശ്നമായിട്ടോ, വണ്ടിയുടെ ഹോൺ അടിച്ചാൽ കുതിര ഓടും എന്നൊക്കെ പറഞ്ഞ് ചെറിയ പേടിയില്ല. ഇത് പിഷാരടിയെ പോലെ തിരിച്ചറിഞ്ഞ വേറൊരു വിദ്വാനുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമസ്കാരം. പിഷാരടിയെ ഇങ്ങനെ ജോൺ ബട്ടാസിന്റെ ഓപ്പോസിറ്റ് കാണുന്നതിന് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നിങ്ങളുടെ അന്ത്യമാണ്. അദ്ദേഹം ചോദ്യം ചോദിച്ച് നിങ്ങളെ പിഷാരടി ബുദ്ധിപൂർവ്വം ധാരാളം അനിമൽസിനെയും ബേർഡ്സിനെയാണ് അതിനകത്ത് കാസ്റ്റ് ചെയ്തത്. നാക്കെടുക്കാ പ്രാണികൾ. സംവിധാനം എന്ത് തെറി പറഞ്ഞാലും മിണ്ടാതിരിക്കും. പിഷാരടി ആരും തെറി പറഞ്ഞില്ല, ഞാൻ പറയായിരുന്നു. അപ്പം അത് വളരെ നന്നായിട്ട് തീർത്തതിൽ ഒരു പടം എടുത്താൽ മാത്രം ഒന്നും ആകത്തില്ല, അതൊരു സൂപ്പർ ഹിറ്റ് ആവുകയും കൂടെ വേണം. എന്നാലേ ആ ഡയറക്ടർ ഒരു വാല്യൂ ഉള്ളൂ. അങ്ങനെ ആ പടം സൂപ്പർ ഹിറ്റാക്കിയിരിക്കുന്നു പിഷാരടി. പിന്നെ പിഷാരടി അടുത്ത് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡയറക്ടർ ആദ്യത്തെ പടം ഹിറ്റാവുന്നത് സാധാരണ കാര്യമാണ്. പക്ഷേ രണ്ടാമത്തെ പടം സൂപ്പർ ഹിറ്റാക്കിയാൽ പിന്നെ വണ്ടി പൊക്കോടും. പിഷാരടി എനിക്ക് പറയാനുള്ളത്, പിഷാരടിയുടെ ആദ്യത്തെ പടം സൂപ്പർ ഹിറ്റായി, രണ്ടാമത്തെ പടം സൂപ്പർ ഹിറ്റ് ആക്കുമോ, അതിനുള്ള എന്തെങ്കിലും ശ്രമം തുടങ്ങിയോ, ഇതാണ് എനിക്ക് അറിയേണ്ടത്. രാജു ആദ്യം പറഞ്ഞത് ഈ മൃഗങ്ങളെ കൊണ്ടുവച്ചത് വലിയ പൈസ ഒന്നും കൊടുക്കേണ്ടവരില്ല എന്ന് വിചാരിച്ചിട്ടാണ്. എന്താണ് പറഞ്ഞത്? എന്തോ പൈസ വേണ്ട, പക്ഷെ മൃഗങ്ങളുടെ പേപ്പർ വർക്ക് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അയ്യോ. കാരണം ഞങ്ങൾ കൃത്യം തുടങ്ങിയ സമയത്ത് ഈ മദ്രാസിൽ ഉണ്ടായിരുന്ന ഇതിന്റെ ഓഫീസ് ഹരിയാനയ്ക്ക് പോയി, അനിമൽ വെൽഫെയർ ബോർഡിന്റെ ഓഫീസ്. അപ്പം നമ്മളൊരു കൂട്ടിൽ 20 ലവ് ബേർഡ്സ് കിടക്കുന്നുണ്ടെങ്കിൽ 20 എണ്ണത്തിന്റെ സെപ്പറേറ്റ് ഫോട്ടോയും ഫോമും വേണം. 20 എണ്ണത്തിന്റെ സ്ക്രിപ്റ്റ് ഇത്ര ഉണ്ടായിരുന്നുള്ളെങ്കിൽ മൃഗങ്ങളുടെ ഫോം എല്ലാം കൂടി ഇത്ര ഉണ്ടായിരുന്നു പൂരിപ്പിച്ചത്. ഒട്ടകൻ രാവിലെ എന്ത് തിന്നു, ഉച്ചയ്ക്ക് എന്ത് തിന്നു, ഒട്ടകൻ രാവിലെ വേറെ എങ്ങോട്ട് പോയി, ആനയ്ക്ക് എത്ര രണ്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ നമ്മൾ നിയമിക്കേണ്ടി വന്നു. അദ്ദേഹം നിൽക്കുന്നു, നിർമ്മാതാവ് രാവിലെ എണീറ്റ് ഒട്ടകത്തിന്റെ തീറ്റയുടെ കാര്യം നോക്കിക്കൊണ്ട് നടക്കുമല്ലായിരുന്നോ. അത് അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് വളരെ ഗുണം ചെയ്തു. അല്ലെ ഇത് ഈ സിനിമ വിഷുവിന് പോലും ഇറക്കാൻ പറ്റുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പിന്നെ മൃഗങ്ങളെ നമുക്കിപ്പോ പെർഫോം ചെയ്യിക്കാൻ പാടില്ല, ഇതൊരു പ്രോപ്പർട്ടി ആയിട്ട് അവിടെ നിന്നാൽ മതി. എങ്കിൽ പോലും ഒരു തത്ത തല വെട്ടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമറ വെച്ച് ഒരു 10 മിനിറ്റ് ഇരുന്നാലും ചിലപ്പോൾ ഈ തത്ത തല വെട്ടിച്ചോളെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അങ്ങനത്തെ ഒരു കാര്യത്തിന് നമുക്കൊരു ക്ഷമ വളരെ ആവശ്യമാണ്. പിന്നെ ചില ടെക്നിക്കുകൾ ഇതുങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൽ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. എന്ത് ചെയ്താൽ നോക്കും. ഒരുപാട് സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തുകൊണ്ടൊരു പരിചയമുണ്ടല്ലോ മൃഗങ്ങളോടുള്ള പരിപാടികളും. പണ്ട് മിമിക്രിക്കാരൻ എപ്പോഴും ബേസിക്കലി ഫസ്റ്റ് തുടങ്ങുന്നത് ഈ മൃഗങ്ങളുടെ ശബ്ദത്തിൽ നിന്നായിരിക്കും. കാക്ക, കോഴി, പട്ടി, പൂച്ചയൊക്കെ ആണല്ലോ നമ്മളൊക്കെ തുടങ്ങിയ സമയത്തുള്ള മെയിൻ മിമിക്രി. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് തിരിക്കാനും ചെയ്യാനൊക്കെ പറ്റും. ഇപ്പം പ്രേമേട്ടന്റെ ചെവിയിൽ, പ്രേംകുമാറിന്റെ ചെവിയിൽ തത്ത കടിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. അപ്പം സീജ് ചെയ്യണോ, തത്ത തോളത്തിരിക്കുന്നതല്ലാണ്ട് ചെവി കടിക്കുന്നതില്ല. ഞാൻ പിന്നെ ഇവര് വളരെ അക്കാലം ഞാനൊരു കപ്പളങ്ങ മുറിച്ചിട്ട് പ്ലാസ്റ്ററിൽ ഒട്ടിച്ചിട്ട് ചെവിയുടെ ബാക്കിൽ കൊണ്ട് കപ്പളങ്ങ വെച്ചു കൊടുത്തു. അപ്പൊ കപ്പളങ്ങയുടെ മണം കിട്ടിയിടുന്ന ആക്ഷൻ ഞാൻ ഓടി മാറുമ്പോഴത്തേക്ക് ചെവിയിൽ കടിച്ചെടുക്കും അതെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നുണുക്ക് വിദ്യകൾ ചെയ്താ പോയിരിക്കുന്നത്. പിഷാരടി ആദ്യം നായ വെച്ചിട്ടാണോ തുടങ്ങിയത്? മിമിക്രി പട്ടി വെച്ചിട്ട് തുടങ്ങിയത്. സ്കൂളിൽ പഠിക്കുമ്പോ ആക്ഷൻ സോങ്ങിന് ഒന്നില് എവിടെ നിർത്തിയിട്ടും പാട്ടും നന്നായില്ല, ഡാൻസും നന്നായില്ല. അപ്പം ബാക്കിൽ നിന്ന് പട്ടി കുരച്ചോളാൻ പറഞ്ഞു. സൈഡിൽ നിന്ന് കുരച്ചു. പക്ഷെ പുറത്ത് ഭയങ്കര അഭിപ്രായം, ആരാണ് പട്ടി എന്നൊരു അന്വേഷണം വന്നു. അങ്ങനെ ഞാൻ തന്നെ മിമിക്രിയിലേക്ക് ഇറങ്ങി. മറ്റേ അൽസേഷൻ എന്തായിരുന്നു? സാധാരണ കൊടിച്ചിപ്പട്ടി. ഞങ്ങളുടെ നാട്ടിൽ അന്നേരം ഒരു വീട്ടിൽ അൽസേഷൻ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ റോഡ് സൈഡിൽ കൂടെ പോകുന്ന പട്ടിയുടെ ശബ്ദത്തിന് കുറച്ച് അന്നത്തെ പട്ടി വലിയ പാടൊന്നുമില്ല, ചെറിയ പരിപാടി, സൗഹൃദമായിരുന്നു. കുഞ്ഞിപ്പട്ടികളല്ലേ. പിന്നെ പട്ടി അങ്ങനെ എന്തോ ഇംഗ്ലീഷ് പാട്ടൊക്കെ ആയിരുന്നു. അതിനുള്ള ഈണത്തിനുള്ള കുറേ ഉള്ളു ഗ്യാപ്പുകളിൽ. ഏത് പട്ടിയെ കണ്ടാലും അതിനൊരു ബഹുമാനം ഉണ്ടായിരിക്കണം. എന്താ കാരണം നമ്മുടെ ജീവിതം കരിപ്പിടിപ്പിച്ചത് അവരാണ്. അതെ, ജീവിതം കരിപ്പിടിപ്പിച്ച് പട്ടി വെറുതെ നിൽക്കുന്ന പട്ടീനെ കടിച്ചിട്ടുണ്ട്. അത് തെറ്റി.
അതെനിക്ക് അറിയില്ല. ഞാനൊരു ദിവസം രാവിലെ സ്കൂളിൽ പോകുന്ന വഴിക്ക് മണ്ണിലെ സൈഡിൽ ഒരു പട്ടി വെറുതെ കിടപ്പുണ്ട്. ഇങ്ങനെ കിടന്ന് കണ്ണു തുറന്ന് ഇങ്ങനെ നോക്കി, ഞാൻ അതിനെ നോക്കി, പിന്നെ കാണുന്നത് ഓടി വന്ന് എൻ്റെ കാലിലൊരു ഒറ്റ കടി ഈ പട്ടി. എല്ലാവരും മറ്റേ പപ്പായ കപ്പളങ്ങ കട്ടി വെച്ച പോലെ എന്തെങ്കിലും കാലെ വെച്ച് കെട്ടിയോ എന്നുള്ള അറിയത്തില്ല. കടിച്ചിട്ട് ഇത് മിസ്സിംഗ് ആയി. ഈ പട്ടിയെ പിന്നെ കണ്ടില്ല. അപ്പൊ പിന്നെ പേയുടെ സംശയമൊക്കെ ഒന്നും നല്ലോണം 10-14 ഇഞ്ചക്ഷനും പരിപാടികളൊക്കെ എടുത്തിട്ടുണ്ട് ആയ കാലത്ത്. പുക്കളിനാണ് എടുത്തത്. അല്ല, അപ്പോഴേ കയ്യിലേക്ക് എത്തി. സയൻസ് കുറച്ചുകൂടെ വികസിച്ചു. അതുകൊണ്ട് കയ്യിലേക്ക് തീർന്നു കെട്ടി. അടുത്ത സിനിമ ഒരുപാട് പേര് പറഞ്ഞു. ഇപ്പൊ രാജു ചോദിച്ചു, ഇനി ഒരുപാട് പേർക്ക് എനിക്കൊന്ന് പിഷാരടിയെ തളയ്ക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട് ആൾക്കാർ. ഇപ്പം ജയറാം ഓൾറെഡി ഒരു തമാശയ്ക്ക് പറഞ്ഞു വെച്ചു. ഇനി ഒരുപാട് വരട്ടെ, നോക്കട്ടെ ആരൊക്കെയാണ്. നമസ്കാരം സാർ. പിഷാരടി പിഷാരടി ഒരു സംവിധായകനായി മാറിയിരിക്കുകയാണ്. പിഷാരടി ആരുടെയും കൂടെ സംവിധാനം പഠിച്ചിട്ടില്ല, ആരുടെയും കൂടെ അസിസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഒരു നല്ല സിനിമ സംവിധാനം ചെയ്തു, ഇപ്പോഴും തകർത്തോടുകയാണ്. പക്ഷെ എനിക്കറിയാവുന്നൊരു സത്യമുണ്ട്. കഴിഞ്ഞ ഒരു 16 വർഷമായിട്ട് എന്നെ സംവിധാനം ചെയ്താണ് പിഷാരടി നല്ലൊരു സംവിധായകനായത് എന്ന് എനിക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. ഇനി അടുത്തൊരു സിനിമ സംവിധാനം ചെയ്യുകയാണ്. അതിൽ നായകനായിട്ട് എന്നെയാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ വെച്ചിട്ടാണ് നീ തിരക്കഥ എഴുതുന്നതെങ്കിൽ നീ എൻ്റെ അടുത്ത് ആ തിരക്കഥ പറയാൻ വരുമ്പോൾ എനിക്കിതൊന്നും ഇഷ്ടമില്ല, നീ വേറെ വല്ലയിടത്തും കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ നല്ല കഥ പൊളിച്ച് നന്നായി കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പിഷാരടിയുടെ ഒരു ചേതോ വികാരം എന്നറിഞ്ഞാൽ കൊള്ളാം. അവൻ ചേതോ വികാരം എന്നുള്ള വാക്കൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയില്ല. അതെന്നു പോലെ തുടങ്ങിയത് ഈ ഇടയ്ക്ക് എവിടുന്നോ കിട്ടിയതാണ് ഈ ചേതോ വികാരം. അതിന് മുമ്പ് അവൻ അങ്ങനത്തെ ഇതിന്റെ അർത്ഥം ചേതോ വികാരം പുള്ളിക്ക് അറിയാം കേട്ടോ. പുള്ളിക്ക് അറിയാവുന്ന ഒരു വാക്കാ. ഒരു കണ്ണട വെച്ചേക്കുന്നു, അതെന്തിനാന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഈ ഷോയിൽ വെച്ച് ധർമ്മജൊരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ വെള്ളം അടിച്ചത് ആൾക്കാർ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചത്. പക്ഷെ അതെല്ലാം കഴിഞ്ഞില്ല. ഇപ്പൊ കണ്ണിൽ നോക്കി മനസ്സിലാക്കിയല്ലേ, ആടി ആടി നടക്കണ മനസ്സിലാവില്ല. കൂളിംഗ് ഗ്ലാസ് വെച്ചാലും ആടി നടന്നാൽ തീർന്നില്ലേ. എനിക്കത് അന്നും എനിക്കൊരു അത്ഭുതമായിരുന്നു, എങ്ങനെ ഇത് കണ്ണട വെച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലാകാതിരിക്കുന്നുള്ളൂ. കണ്ണ് ചുമന്നൊക്കെ വേണമെങ്കിൽ മൂപ്പരുടെ അളവ്. പിന്നെ രാത്രി 12 മണിക്ക് കൂളിംഗ് ഗ്ലാസ് വെക്കുക, അപ്പോഴൊക്കെ ആളുകൾക്ക് മനസ്സിലാവും ഇത് കയ്യിൽ നിന്ന് പോയിട്ടിരിക്കുന്ന ഇരിപ്പാന്നുള്ളത്. ഇതിന്റെ ഉത്തരവ് എന്ന് പറയുന്നത് അവന് പറ്റിയ കഥയാണ് പോകുന്നതെങ്കിൽ അവനത് പൊളിച്ചോണ്ട് വരണമെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അത് ഞാനൊന്ന് അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിന് വേണ്ടി ഒന്ന് ആലോചിക്കേണ്ടി വരും, പൊളിക്കേണ്ടി വരും. അവന്റെ ഡേറ്റ് കിട്ടണ്ടേ, അതുകൊണ്ട് അവന് വേണ്ടി പൊളിക്കേണ്ടി വരും. ധർമ്മജൻ നായകനാകാനുള്ള സാധ്യത വിരളമാണ്. ധർമ്മജൻ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ചില പ്രൊജക്ടുകൾ നടക്കുന്നതായിട്ട് എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. അത് അനൗൺസ് ചെയ്യാറായിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഞെട്ടും അത് കേട്ട് കഴിഞ്ഞാൽ. ശരിക്കും ധർമ്മന്റെ നായിക ആരാണെന്ന് നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റാണ്. ഇറേ വരുന്നുണ്ട്. പറയരുതെന്ന് എന്നോട് പറഞ്ഞോട്ട് പറയാൻ പറ്റില്ല. ധർമ്മൻ ഞെട്ടിപ്പോയത്. ധർമ്മൻ അറിയില്ലല്ലോ, അറിയില്ല. ഹിന്ദിയിലെ നായികയൊക്കെയാണ്. അപ്പൊ പലപ്പോഴും ഈ ധർമ്മന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അതാണ് ധർമ്മജൻ അടുത്ത കാലത്ത് ഹിന്ദി പഠിച്ചു തുടങ്ങിയെന്ന് ആരോ പറയുന്നത്. ഏതാ ഹിന്ദി പഠിച്ചു തുടങ്ങി? അത് ബംഗാളികളിലൂടെ പണിക്ക് പോകാൻ വേണ്ടിട്ട്. പിഷാരടിയെ പറ്റി സംസാരിക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പഞ്ചവർണ്ണത്തത്ത് എന്ന സിനിമ അത് ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് അതെന്താണോ അദ്ദേഹം അത് ആലോചിച്ചത്, ഏതാണോ ഓഡിയൻസ്, ആരാണ് അതിൻ്റെ ടാർഗറ്റ്, ആ കാര്യത്തിൽ അദ്ദേഹം വളരെ 100% വിജയിച്ചു. നെക്സ്റ്റ് അറ്റംപ്റ്റ് എന്താണ്, സൂപ്പർ താരങ്ങളൊക്കെ വെച്ച് ഒരു പടം ചെയ്യാനുള്ളൊരു ധൈര്യം, അതായത് മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരെയൊക്കെ വെച്ച് ചെയ്യാനുള്ളൊരു ധൈര്യം അവർക്ക് വിഷുവിൻ്റെ പടത്തിൽ അഭിനയിക്കാനുള്ള ധൈര്യം അവർക്കുണ്ടോ, അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നറിയാം. ചുരുക്കം പറഞ്ഞാൽ എന്താണ് ഇന്ദുചൂടൻ്റെ ഫ്യൂച്ചർ പ്ലാൻ? ജോജി എന്ന് പറയും, ഞങ്ങൾ തൃപ്പൂണിത്തറയിൽ പാട്ടുകാരനാണ്, ഗാനഭൂഷണമാണ്. ഞങ്ങൾ ഒന്നിച്ച് തൃപ്പൂണിത്തറയിൽ ഒന്നിച്ച് വാടകയ്ക്ക് താമസിച്ച സമയത്ത് എനിക്ക് മിമിക്രിക്കാരുമായിട്ടല്ലായിരുന്നു, പാട്ടുകാരുമായിട്ടാണ് കൂട്ട്. പുള്ളി, ഞാനും വേറൊരു സിത്തുവും മധുവും എന്നൊക്കെ പറഞ്ഞ് 4 പേര് ഒന്നിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു സാധാരണ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും വളർത്താനൊക്കെ പറ്റും. പക്ഷെ ആനയെ മേടിക്കുക എന്ന് പറഞ്ഞാൽ ഈ വീട്ടുകാരനും കൂടെ കപ്പാസിറ്റി വേണം. അതിനുള്ള തീറ്റ, അതിനുള്ള സംഭവം എന്ന് പറയുന്നത് വേറൊരു സെറ്റാണല്ലോ. അതാണ് ചോദിച്ചത്, വലിയ ആൾക്കാരെ വെച്ച് പടം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അതെന്താണോ കഥ അതിനനുസരിച്ചായിരിക്കും. അവർക്ക് പറ്റുന്ന കഥയും കാര്യങ്ങളുമാണ് അവർ ചെയ്യാൻ. ധൈര്യം കിടന്നില്ല, അത് ചെയ്യാമല്ലോ. എന്തായാലും ആഗ്രഹത്തിന് കുറവൊന്നുമില്ല. അല്ല, ആഗ്രഹം ഞാൻ പണ്ടേ കുറച്ചിട്ടേക്ക് ആഗ്രഹത്തിന്റെ സൂചി. ഈ ഇടയായിട്ട് കേട്ടു തുടങ്ങിയ ചില സാധനമാണ് നല്ല അഭിപ്രായം ഉണ്ട്, ആളില്ല. ചില നമ്മുടെ ടി വിയിലും അങ്ങനെ ഉണ്ടല്ലോ, ഏറ്റവും നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ എല്ലാരും കുറ്റം പറയുന്നുണ്ട്, ഭയങ്കര റേറ്റിംഗ്, നല്ല എപ്പിസോഡായിരുന്നു, റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി നിലവാരം ഇങ്ങനെ കുറച്ചോണ്ടിരിക്കണം. അതാ അങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പൊ ഉണ്ട്. പണ്ട് നല്ലതാണോ ആളുണ്ട്, അങ്ങനെയല്ലേ ഉള്ളൂ. നല്ലതാണ് ആളില്ല, മറ്റേത് അയ്യോ സഹിക്കാൻ പറ്റത്തില്ല പക്ഷെ ടിക്കറ്റ് ഇല്ല. ഇങ്ങനത്തെ ചില ആൾക്കാർക്ക് മനസ്സിലാകാത്ത ഇക്വേഷൻസ് ഇതിന്റെ ഇടയിൽ ഇപ്പൊ കിടപ്പുണ്ട്. അല്ല, അതൊരു വലിയ ദുരന്തമാണ് യഥാർത്ഥത്തിലും സിനിമയ്ക്കും മാധ്യമങ്ങളിലും സംഭവിച്ചിരിക്കുന്നത്. ഉണ്ട്.
എത്രത്തോളം ലൈറ്ററാക്കാവോ, എത്രത്തോളം തറയാക്കാവോ അത്രത്തോളം ഓഡിയൻസ് കൂടാം. അത്രത്തോളം ഓഡിയൻസ് കൂടും. ഇതൊരു നമ്മളെ തന്നെ വിമർശിക്കേണ്ട ഒരു കാര്യമാണ് യഥാർത്ഥമാണ്. വരട്ടെ ഒരാൾ വീട്ടിൽ കണ്ണാന്നും പിഷുവെന്നും പിഷാരടിയെന്നും രമേഷ് പിഷാരടി എന്നും വിളിക്കുന്ന ഇപ്പോഴത്തെ പുതിയ സംവിധായകൻ രമേഷ് പിഷാരടിയോട് എൻ്റെ ഒരു ചോദ്യമാണ്. മിമിക്രി എന്ന തട്ടകത്തിൽ നിന്ന് നമ്മൾ ഒത്തിരി മേഖലകളിൽ കൈവച്ചു. ഇനി അടുത്ത താങ്കളുടെ ഉദ്ദേശം എനിക്ക് തോന്നുന്നത് സിനിമ നിർമ്മാണമായിരിക്കും. എന്തായാലും സിനിമ നിർമ്മിക്കുമ്പോൾ താങ്കൾ പാട്ട് എഴുതുമോ, പാട്ട് പാടുമോ, സംഗീതം ചെയ്യുമോ, അതല്ലെങ്കിൽ അതാർക്കെങ്കിലും വിട്ടുകൊടുക്കുമോ? ഇനി അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്, മിമിക്രി കളിക്കാൻ ഇനി ഇടയ്ക്ക് വിളിച്ചാൽ വരുമോ അല്ലെങ്കിൽ പോകുമോ? അതായത് ഈ ജോജിയുടെ കൂടെ താമസിച്ചിട്ട് പിഷാരടിയിൽ ഒരുപാട് പാട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ആൾക്കാരാണ് ഇവരൊക്കെ. അത് പാടാൻ അറിയാത്തതുകൊണ്ടാണ്. ഞാൻ എഴുതുമായിരിക്കും പാട്ട്, പാടലൊക്കെ ഭയങ്കര പാടാണ്. അത് ഏതെങ്കിലും സംഗീത സംവിധായകന്റെ ധൈര്യത്തിൽ മാത്രമേ പക്ഷെ പറ്റുള്ളൂ. പിഷാരടി പാടൂന്ന് ആരൊക്കെ പറയുന്നുണ്ട്. ഇല്ല, അത് വെറുതെ ഇല്ല. ഈ സാഞ്ചേട്ടനും ഞങ്ങളും ഒരു സൗഹൃദം വെച്ചാൽ 15 വർഷമായിട്ട് എല്ലാ ന്യൂ ഇയറിനും ഒന്നിച്ചാണ് ഷോ. ധർമ്മന് ഞാനും ഒക്കെ തിരക്കിലായാലും അദ്ദേഹം വേറെ തിരക്കിലായാലും ന്യൂ ഇയറിന് ഞങ്ങൾ ഒന്നിച്ച് ഷോ ചെയ്തിരിക്കും. അത് 15 വർഷം തുടർച്ചയായിട്ട്. ഇപ്പൊ ന്യൂ ഇയർ ആകുമ്പോൾ മിമിക്രിക്ക് വലിയ പ്രാധാന്യമില്ല, DJക്കും ഡാൻസിനും പാട്ടിനൊക്കെയാണ് പ്രാധാന്യം. അപ്പൊ ചിലർ വിളിക്കും നിങ്ങളൊന്ന് ആങ്കർ ചെയ്യാൻ വന്നാൽ മതി, ധർമ്മജന് വേറെ ഷോയ്ക്ക് പോകും. അങ്ങനെയൊക്കെ പോയാൽ ഈ ശിവരാത്രിക്ക് ന്യൂ ഇയറിന് സാധാരണ ദിവസം ഉള്ളതിനേക്കാൾ കൂടുതൽ പൈസ കൂടുതൽ കിട്ടുന്ന ദിവസമാണ് പരിപാടിക്ക്. വേണേൽ കൂടുതൽ പൈസ കിട്ടും. എന്നാൽ പോലും ഞങ്ങൾ അതൊന്നും നോക്കാതെ സാഞ്ചാരനൊക്കെ ആയിട്ട് ഞങ്ങൾ ഒന്നിച്ച് തന്നെ പോവുള്ളൂ. ഞങ്ങൾക്ക് എത്രയോ നാളത്തെ സൗഹൃദമാണ്. എൻ്റെ തുടക്കകാലത്ത് തന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരാളാണ് സാഞ്ചാരൻ. കൊണ്ടു നടന്ന് ഓരോ സ്റ്റൈലും കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ് പുള്ളി. പാട്ടെഴുതുവോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും നമുക്ക് പറയാൻ പറ്റൂല. ചെയ്യും സിനിമ ചെയ്തില്ല. എന്നോട് 5 വർഷം മുമ്പ് സിനിമ ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ എന്ത് പറയാനായിരുന്നു. അപ്പൊ പാട്ട് എഴുതുമെന്ന് വെച്ചാൽ പിന്നെ പരിപാടിക്ക് വിളിച്ചാൽ പോകും, അതും ഉറപ്പാണ്. അതൊന്നും വിടാൻ പറ്റൂല ഒരിക്കലും. നമ്മുടെ എന്താ പറയുക ജീവിതമാണത്. ജീവിതം അതിനോട് നമുക്കൊരു ആവേശം. അതിപ്പോ ഈ ജയറാമേട്ടനുണ്ട്. സുരാജ് നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞ ശേഷം ഒരു വലിയ ഇവന്റില് 12-12:30 മണി കഴിഞ്ഞ് ആൾക്കാർ പോയ ശേഷം ഷൂട്ടിങ്ങിന് വേണ്ടി നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ വിഗും വെച്ച് സുരാജ് സ്റ്റേൻ്റെ ബാക്കിയിരിക്കുമ്പോൾ ഞാൻ സുരാജിനോട് സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യം. കാരണം അത് ചിലർക്ക് ഈ നാഷണൽ അവാർഡ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ പിന്നെ ബാക്കിയെല്ലാം ഭയങ്കര പാടുള്ളൊരു കാര്യമായിട്ട് തോന്നും. എനിക്ക് അങ്ങനെയില്ല. ഞാൻ ഉറപ്പായിട്ടും സ്റ്റേജ് ഷോ ചെയ്യും. നമ്മുടെ DNA ഭാഗമാണ് ഈ സ്റ്റേജ് ഷോ. ഡിഫോൾട്ട് സെറ്റിംഗിൽ കിടക്കുകയാണ് ഈ സ്റ്റേജ് ഷോ എന്ന് പറയുന്നത്. അത് മാറ്റി കളയാൻ പറ്റില്ല, വലിയ പാടാ. വരട്ടെ. പിഷു ഉള്ളൊരു സ്റ്റേജിൽ എപ്പോഴും ഭയങ്കര പോസിറ്റീവ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിഷുവിൻ്റെ തമാശകളും കാര്യങ്ങളും എല്ലാം. അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് നമ്മളെ പാട്ടുകാരെ, സംഗീതജ്ഞരെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ആളാണ് പിഷു. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും പാട്ടുകളെ കുറിച്ചൊക്കെ വെൽ അപ്ഡേറ്റഡ് ആണ് പിഷു. കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാൻ നേരത്തെ തന്നെ പുതിയ പാട്ടുകളെ കുറിച്ചുള്ള, അതുപോലെ തന്നെ പഴയ പാട്ടുകളും ഒക്കെ പിഷുവിന് വളരെ വെൽ അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ ചെറിയൊരു ചോദ്യമല്ല, എനിക്കൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും സംഗീതജ്ഞരെ സ്നേഹിക്കുന്ന പിഷു, ഇത് ബ്രിട്ടാ സാർ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. ആ ഷൂട്ടിംഗ് ഫ്ലോറിൽ വെച്ച് പിഷുവിനെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിക്കണം. അതെൻ്റെ വലിയ ഒരു ആഗ്രഹമാണ്. അത് സാർ ഒന്ന് നടത്തില്ല. ഇത് വിധു ഒരാഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ പിഷാരടിക്ക് അത് തിരസ്കരിക്കാൻ ഒരിക്കലും പറ്റില്ല. വിധു നമ്മളൊക്കെ ഏകദേശം ഒരേ ബാച്ച് ഒരുപാട് സ്റ്റേജ് ഷോകൾ. അവിടെ എന്തോ ഒരു ലൈറ്റ് കത്തുന്നുണ്ടല്ലോ. എന്താ? മൈക്കാണ്. കയ്യിലെടുത്ത് വച്ചിരിക്കുകയാണ് ഇവിടെ. ഹിന്ദി നടി വന്ന് നർമ്മജനെ ഞെട്ടിക്കാൻ ഇരിക്കുന്ന പോലെ ഒരു പാട്ട് പാടി ആൾക്കാരെ ഞെട്ടി. ഒരു പാട്ട് വെറുതെ പാടാം. പിന്നെ അല്ലാതെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക. എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കും. പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു, അയ്യാ കണ്ണാടിപ്പുഴയിലെ വിരിയണ കുളിരല പോലെ, കണ്ടില്ലേ കിന്നാരം പറയണൊരാളെ, അയ്യാ ഇല്ലിക്കാടടി മുടി ഇളകണ കലവില പോലെ. എന്തൊരു നല്ല പാട്ട്. പെണ്ണിന്റെ ചെഞ്ചുണ്ടില്ല പുഞ്ചിരി പൂത്തു. വരട്ടെ. ഇത് കുറെ പേരുണ്ടല്ലോ. പിഷാരടി പെണ്ണുങ്ങളുടെ മുമ്പിൽ ആളാവുന്നത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരാറുണ്ട്. അപ്പോൾ അവൻ ആളാകാറുണ്ട്. പിന്നെ വട്ടം കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ പോരാൻ വലിയ ബുദ്ധിമുട്ടാ. നമ്മള് പെണ്ണുങ്ങളെ കണ്ടാൽ അവൻ വിടില്ല. അവിടെ ചുറ്റിപ്പറ്റിയൊക്കെ ടൈപ്പാ. അവൻ നർമ്മജൻ പറയേ പാടേ എത്രയോ പ്രാവശ്യം പാടാ പോവാ മതിയാക്ക്. പുള്ളി അങ്ങനെയാണ്, ഒരു വട്ടം കണ്ടാൽ അവിടെ പെട്ട് അങ്ങനെ നിൽക്കും. പിന്നെ നമ്പർ വാട്സപ്പ് എല്ലാം ശേഖരിക്കും. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒക്കെ വാട്സപ്പ് ചെയ്യാനും മറുപടി അയക്കാനൊക്കെ മിടുക്കനാണ്. വലിയ ആരോപണമാണ്.
കുടുംബം കലക്കാൻ വേണ്ടിയിട്ട് ധർമ്മജൻ ഇറങ്ങി തിരിച്ചു. ധർമ്മൻ ഇറങ്ങിയിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. ഞാൻ അത് നല്ലോണം പ്രേമിച്ച് കെട്ടി അവൻ മര്യാദയ്ക്ക് കല്യാണം കഴിച്ച് ജീവിക്കുന്ന എന്നെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ആരോപണമാണെന്നുള്ളത്. അല്ല വെറുതെ അല്ല പിഷാരടി നേരത്തെ പറഞ്ഞേ മൊബൈൽ എങ്ങനെ മാറ്റാൻ പറ്റില്ല. ഈ നമ്പറുകളെല്ലാം ശേഖരിച്ചു വെച്ചിരിക്കല്ലേ, അതിനകത്തല്ലേ എല്ലാം ചെയ്യാൻ പറ്റും. എല്ലാം ചെയ്യാൻ പറ്റും. ഇവനൊക്കെ ഇവനാണ് ശരിക്കും എന്റെ ആള്. പക്ഷേ ധർമ്മജൻ എത്ര കൂളായിട്ട് ഇരുന്നിട്ട് എന്തൊരു ആത്മാർത്ഥമായിട്ടാ പറയുന്നത്. ഞാനാണ് അവനെ അവനോട് വരാൻ പറയും, മതിയാക്കടാ എന്ന് പറയും. മതിയാവില്ല, അവൻ അവിടെ വിട്ട് വട്ടം ചുറ്റി നിൽക്കും. ഇത് കണ്ടിരുന്നോ ഈ പരിപാടി? ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഈ ഭാഗം വന്നപ്പോ എങ്ങനെയാ പിഷാരടി? ഞാൻ വിളിച്ചടാ എന്തിനാടാ എന്നെ പറ്റി ഇങ്ങനെ ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്ന് ചോദിച്ചു. ഇരിക്കട്ടെ ഒരു പണി എന്ന് പറഞ്ഞവന്. കാരണം ഞാന് ഈ എക്സിബിഷനൊക്കെ പോകുമ്പോഴേ വലിയ ഫ്ലാറ്റിന്റെ ഒക്കെ കൗണ്ടർ ഇട്ടിട്ടുണ്ടാവുമല്ലോ അവിടെ, 1 കോടി 2 കോടിയുടെ ഒക്കെ ഫ്ലാറ്റിന്റെ ഒക്കെ. അപ്പൊ അവര് സാർ എന്ന് പറഞ്ഞതിന്റെ ചെറിയ ലീഫ്ലെറ്റ് തരും നമുക്ക്. ഞാൻ എനിക്ക് വേണമെന്നുള്ള പോലെയൊക്കെ കുറച്ചു പേരൊക്കെ നോക്കിയിട്ട് ഇവന്റെ നമ്പർ എഴുതി കൊടുക്കും. അതുപോലെ ഈ നമ്മള് ക്രെഡിറ്റ് കാർഡ് വേണോന്ന് ചോദിക്കുന്നവരോട് അല്ലെങ്കിൽ വഴി കാണുന്നവർക്ക് എല്ലാവർക്കും ഞാൻ ഇവന്റെ നമ്പർ ഫോണിൽ കൂടെ കൊടുക്കുന്നിട്ട് ഇവന് ഫോൺ വിളി കൂടും. ഇവര് ഹിന്ദിയിൽ ഇംഗ്ലീഷിലൊക്കെ വിളിച്ചിട്ട് സാർ ട്രൈ ടു ബിൽഡ് യു ആർ നിങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറയും. ഇവൻ ഇല്ലെന്ന് പറയും, ഉണ്ടല്ലോ എന്ന് പറയും. അങ്ങനെയൊക്കെ ഇവന് കുറെ തൊല്ലുണ്ടാക്കും. അപ്പൊ അവൻ പറ്റുന്ന സ്ഥലങ്ങളിൽ എനിക്കുള്ള ഉപദ്രവങ്ങൾ കാര്യമായിട്ട് തന്നോണ്ടിരിക്കും. പക്ഷെ ധർമ്മജൻ ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞു, ഇത് കാണിക്കുമ്പോൾ അവൻ പറയാൻ പോകുന്ന ഇങ്ങനെയായിരിക്കും, വിശ്വസിക്കരുത്, അതൊന്നും ശരിയല്ല, അതില്ലാന്ന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവൻ ചെയ്യുന്ന വിളവാണ്. ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞു. അവനല്ലേ? അവൻ വളരെ സിനിമയിൽ പോയി അവന്റെ സ്വഭാവം ചീത്ത ചെയ്യുന്നേ. അപ് ടു ഡേറ്റ് ആണ്. ഞാൻ ആകെപ്പാടെ ഈ പെണ്ണുങ്ങൾ വട്ടം കൂടി നിൽക്കുന്നിടത്ത് തുടക്കത്തിൽ തന്നെ ഒരു അനുഭവത്തിൽ പോയി. നമ്മുടെ വീടിനടുത്ത് നമ്മൾ ഫീൽഡിലോട്ടൊക്കെ വരുന്നതിന് മുമ്പ് ഞാനൊരു മിമിക്രി അവതരിപ്പിച്ചു. അത് വളരെ ഹിറ്റായി. എന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു പയ്യനുണ്ട്. അവൻ ഇടയ്ക്ക് എന്റെ കൂട്ടത്തിലൊക്കെ ഇങ്ങനെ നടക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നവനാണ്. എന്റെ മിമിക്രി വളരെ ഹിറ്റായിട്ട് ഞാൻ ഈ പെണ്ണുങ്ങളുടെ നടുക്ക് ഇങ്ങനെ രാജാവായിട്ട് നിൽക്കുന്ന സമയത്ത് സ്റ്റേജിൽ ഭയങ്കര കൂല് കേൾക്കുന്നുണ്ട്. കാരണം എന്റെ മിമിക്രി കഴിഞ്ഞിട്ട് അടുത്തത് ഇവന്റെ ഡാൻസ് ആയിരുന്നു. ഇവൻ ധർമ്മജന്റെ അല്ലല്ല, ആ വീടിനടുത്തുള്ളൊരു പയ്യന്റെ 5 മിനിറ്റ് ഇവൻ നിർത്താതെ ഇങ്ങനെ ഒരേ സ്റ്റെപ്പ് കാണിച്ചുകൊണ്ടിരുന്നു. ആഹാരം നിർത്താതെ കൂവി. ആ പാട്ട് തീരുന്നതിന് മുമ്പ് കർട്ടൻ ഇട്ടിട്ട് അവന്റെ അച്ഛനെ വിളിച്ച് അവനെ പിടിച്ചോണ്ട് പോകുമ്പോൾ ചെറിയ പയ്യനാ. അപ്പൊ ഞാൻ പെണ്ണുങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കും. ഇവനെയും പിടിച്ചോണ്ട് ഇവന്റെ അച്ഛൻ ഞങ്ങളുടെ സൈഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോ ഇവൻ എന്നെ കണ്ടുടനെ ചേട്ടാ എന്നിട്ട് ആ പെണ്ണുങ്ങളോട് പറയാ എന്റെ ഗുരുവാന്ന് എന്നെ കാണിച്ചിട്ട്. ഞാനൊന്നും അവനെ പഠിപ്പിച്ചിട്ടില്ല. ഇവൻ വെറുതെ ഈ കൂവല് മേടിച്ചവൻ എന്റെ ഗുരുവാന്ന് പറഞ്ഞതോടുകൂടി ഈ പെണ്ണുങ്ങളെല്ലാം എന്നെ ഒരു നോട്ടം നോക്കിയിട്ട് പോയി. വിട്ടുപോയി. പിന്നെ രണ്ടാമത് കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടി ചേർന്നു. അപ്പം ഒരു ഡിഗ്രി കഴിഞ്ഞ് കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടി ചിലപ്പോൾ നിറച്ച് പെണ്ണുങ്ങളുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. കുറെ പെൺപിള്ളേരൊക്കെ ഉണ്ട്. മുണ്ടൊക്കെ കൊടുത്ത് ഫസ്റ്റ് ദിവസം ചെന്നിട്ട് അന്ന് ഇപ്പോഴും അതേ തോന്നുന്നു, ഈ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കസേരയ്ക്ക് ടയർ ഉണ്ടാവും. നമുക്ക് ഈ ടയറുള്ള കസേരയിൽ ഇരുന്നെന്ന് ശീലമില്ല. ഇനി മുട്ടോണ്ട് കസേര ബാക്കിലോട്ടായിട്ട് ഇരുന്നു. ആ കസേര കുറച്ച് ദൂരത്തോട്ട് ഉരുണ്ടു പോയായിരുന്നു. മുണ്ടെടുത്ത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നടുക്ക് ഫസ്റ്റ് ദിവസം തന്നെ തലയും കുത്തി വീണിട്ട് അന്ന് 2 മണിക്കൂർ എങ്ങനെ ഇരുന്നെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്നിട്ട് അവിടെ നിന്നും വിട്ടു. അപ്പൊ ഇത്തരം ശ്രമങ്ങളെല്ലാം എപ്പോഴും വിജയകരമായിട്ട് പാടാറുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ആ പരിപാടിക്ക് പോകാറില്ല. അപ്പൊ ധർമ്മജൻ പക്ഷേ രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിച്ചിരിക്കുകയാണ്. പിഷാരടിക്ക് ഒരു പണി കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ തമ്മിലൊരു സിങ്ക് ഒരു പക്ഷേ ഇതായിരിക്കാൻ വേണം, പരസ്പരം പണി കൊടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കെമിസ്ട്രി ആയിരിക്കും. ഞങ്ങൾ ഇതുവരെ വഴക്കിട്ടിട്ടില്ല, ഒരു പ്രശ്നമില്ല ഞങ്ങൾ തമ്മിൽ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിനും ചെയ്യുന്നതിനും എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. ഞാൻ അവനെ കുറെ ചിലപ്പോൾ ചീത്ത പറയും, അവൻ എന്നെ തലങ്ങും വിലയും വിളിച്ച് ചീത്ത പറയും. എന്നാലൊന്നും അതിന്റെ പേരിലൊന്നും ഒരു വഴക്കൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇത്രയും നാളുണ്ടായിട്ടില്ല. വരട്ടെ, നിങ്ങൾ ഒരുമിച്ച് സ്റ്റേജിൽ കയറിയാൽ അതിനകത്തൊരു ഇലക്ട്രിസിറ്റി ഉണ്ട്. ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ എന്തോ ഒരു ഭാഗ്യം കൊണ്ടും ഞങ്ങൾ തമ്മിലുള്ള ഒരു റാപ്പവും കൊണ്ടും ഒക്കെ പലതും എന്ന് വെച്ചാൽ ഒരു ഇന്നോവേറ്റീവായിട്ട് എന്തെങ്കിലും രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ഉത്തരം എന്നുള്ളൊരു തമാശ അല്ലാതെ ഇന്നോവേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് എപ്പോഴും ആലോചിക്കാനും ചെയ്യാറുണ്ട്. സ്റ്റേജിൽ കയറി കഴിയുമ്പോൾ എന്തെങ്കിലും ഇംപ്രവൈസേഷൻ നടക്കുമോ? പെട്ടെന്ന് ഇംപ്രവൈസേഷൻ സ്റ്റേജിൽ കയറുമ്പോൾ ഞാൻ ഇപ്പൊ പക്ഷേ പല സ്കിറ്റുകളും പഴയ പോലെ നമുക്ക് ലൈവ് അല്ല കളിക്കാൻ പറ്റില്ല, റെക്കോർഡ് ചെയ്തിട്ട് വായനൊക്കെയാണ്. അപ്പൊ നമുക്ക് അത്തരം സാധ്യതകൾ വളരെ കുറവാണ്. ഇംപ്രവൈസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട്. റെക്കോർഡ് ചെയ്തിട്ട് വായനക്കൽ വന്നേ പിന്നെ തീരെ പറ്റാത്തൊരവസ്ഥ. നിങ്ങൾ ഒരുപാട് സ്ത്രീ വേഷങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ? ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞാനും ചെയ്തിട്ടുണ്ട്, ധർമ്മനും ചെയ്തിട്ടുണ്ട്. ധർമ്മനോട് പറഞ്ഞാൽ സ്ത്രീ വേഷത്തിൽ പിഷാരടിയാണ് മുന്നിട്ട് നിൽക്കുക. അവനാണ് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരും ചെയ്ത വേഷങ്ങൾ എടുത്ത് കണ്ടു നോക്കണം, എന്നിട്ടൊരു മാർക്ക് ഇട ആരാ കേമെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇവൻ ചില ചേച്ചിമാരൊക്കെ ആയിട്ട് നിന്നാലുണ്ടല്ലോ വളരെ ഗംഭീര ചേച്ചിമാരാണ്. ഞാൻ കുറച്ച് നാളായിട്ട് പെൺവേഷം ഒന്ന് സൈഡാക്കി. കാരണം ഇപ്പൊ പെൺവേഷം കെട്ടുന്നവരെന്ന് പറഞ്ഞാൽ പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള പെൺവേഷങ്ങളാണ് വരുന്നത്. നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും ഉള്ള പെൺവേഷങ്ങൾ വന്നപ്പോൾ ഞാൻ
പെൺവേഷം ചെറുതായിട്ട് ഒന്ന് സൈഡ് ആക്കിയിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ സലീം കുമാറിന്റെ ട്രൂപ്പിൽ കളിക്കുമ്പോഴൊക്കെ എനിക്കായിരുന്നു 3-4 പെൺവേഷം ഉണ്ടായിരുന്നു. എന്നിട്ട് ലിപ്സ്റ്റിക് ഇടുമല്ലോ, ലിപ്സ്റ്റിക് ഇട്ടിട്ട് അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൺവേഷം ഉണ്ടാവും, കരി കൊണ്ട് മീശ വരച്ചിട്ടൊക്കെ. ഇതൊക്കെ ഈ കർട്ടൻ കൊണ്ട് ഇങ്ങനെ ചുണ്ടൊക്കെ പൊട്ടിയിട്ട് രാവിലെ കോളേജിൽ എത്തുമ്പോൾ അല്ലാണ്ട് തന്നെ ലിപ്സ്റ്റിക് ഇട്ട പോലത്തെ അവസ്ഥയിലാവും ഈ പെൺവേഷം കെട്ടലിന് വേണ്ടിയിട്ട്. അത് കുറെ ചെയ്തിട്ടുണ്ട്. ഞാനും ഇവനും പെൺവേഷം കെട്ടി ഇരിക്കുമ്പം ഒറിജിനൽ പെണ്ണുങ്ങളാന്ന് ഓർത്തിട്ട് ഞങ്ങളുടെ ഇടയിൽ വന്ന് സ്ത്രീകൾ വർത്താനം പറഞ്ഞിട്ട് എണീറ്റ് ഓടിയിട്ടുണ്ട് ഒരു ദിവസം. നമ്മുടെ ചാനലില് ഒരു കുഞ്ഞു പിള്ളേരുടെ റിയാലിറ്റി ഷോ വന്നപ്പോ ഞങ്ങൾ രണ്ടും പെൺവേഷം കെട്ടിയിട്ട് അവനൊരു അമ്മൂമ്മയും ഞാനൊരു സ്ത്രീയുമായിട്ട് സെറ്റിൽ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിങ്ങനെ കുറെ സ്ത്രീകൾ ഞങ്ങൾക്ക് ചുറ്റും വന്നിരുന്നു. അപ്പൊ അത് ഈ 3 വയസ്സുള്ള പിള്ളേരൊക്കെ റിയാലിറ്റി ഷോ ആണ്. അപ്പൊ എല്ലാ ചേച്ചിമാരുടെയും ഒരു രണ്ടാമത്തെ പ്രസവത്തിനെ കുറിച്ചുള്ള ആലോചനയും ആ സമയമൊക്കെയാണ്. ഇവര് കുറച്ചു പേര് വന്നിരുന്നിട്ട് വളരെ പേഴ്സണൽ ആയിട്ടുള്ള വർത്താനം. അവന്റെ കുടി നീ എപ്പോ നിർത്തി, അവന് ഇപ്പോഴും കുടിക്കുന്നുണ്ട്, പക്ഷെ അതാണ് ഇതാണ്. ഇപ്പൊ രണ്ടാമത്തെ കുഞ്ഞെന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുമ്പോ ഇവൻ ധർമ്മൻ ഒരു ഫോൺ വന്നിട്ട് ഇവൻ ഹലോ എന്ന് പറഞ്ഞിട്ട് ഈ 9 ചേച്ചിമാർ അവിടെ എണീറ്റ് ഓട്ടം ഇരിക്കുന്നത് ആരാന്ന് നോക്കിയിട്ട്. അതുപോലെ പെൺവേഷത്തിന്റെ ഒരു പെർഫെക്ഷൻ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ബെനസർ ബൂട്ടോ ആയിട്ട് പെച്ചന വേഷം കിട്ടി അന്നത്തെ. എന്റെ മുഖവും ഈ തട്ടൊക്കെ ഇട്ട് കണ്ണാടിയൊക്കെ വെച്ച് കറക്റ്റ് അവരെ പോലെ ഫുൾ കൈ ചുരിദാറൊക്കെ ഇട്ട് അന്ന് കാലത്ത് സ്കൂളിൽ ഞാൻ വന്നിട്ട് എന്തോ ഹിന്ദി നമസ്തേ ആശ്വാസോച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി. പെച്ചന വേഷത്തിന് സമ്മാനമൊന്നും കിട്ടിയില്ല. അപ്പൊ എന്തുകൊണ്ട് സമ്മാനം കൊടുത്തില്ലെന്ന് ഈ ജഡ്ജ് പറയണമല്ലോ. അത് കഴിഞ്ഞിട്ട് പുള്ളി ഏതോ പതിവ് പോലെ ഗാന്ധിക്ക് ഫസ്റ്റ്, ക്രിസ്മസ് അപ്പൂപ്പിന് സെക്കൻഡ്. പിന്നെ എനിക്ക് മനസ്സിലായില്ല, ഇടയ്ക്ക് ഒരു പെൺകുട്ടി വന്ന് നമസ്കാരം പറഞ്ഞിട്ട് ഹിന്ദിയും പറഞ്ഞിട്ട് പോയി. അത് എന്താന്ന് മനസ്സിലായില്ലെന്ന്. ഞാൻ ആണാന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായില്ല പെൺവേഷം കെട്ടിയിട്ട്. ഹായ് പിഷു. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് പിഷാരടി എന്ന് പറയുന്നത്. വളരെ നല്ല മനുഷ്യൻ എന്നുള്ളതിലുപരി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഒരൊറ്റ വിളിക്ക് അതിന് പരിഹാരം ഉണ്ടാക്കി തരുന്ന ഒരാൾ കൂടിയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്. എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പാട്ട് പറയുകയാണെങ്കിൽ ആ പാട്ട് എഴുതിയ വർഷം, ആ സിനിമ റിലീസായത് ഏത് സിനിമ, അതിൻ്റെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, സ്ക്രിപ്റ്റ് റൈറ്റർ, അങ്ങനെ മുതലാകൊണ്ട് ആ സിനിമയെക്കുറിച്ചുള്ള 100% ഡീറ്റെയിൽസ് അത് പിഷാരടി ജനിക്കുന്നതിന് മുമ്പുള്ള സിനിമയാണെങ്കിലും പറയാനായിട്ട് പിഷുവിന് പറ്റാറുണ്ട്. അങ്ങനെ ഓർമ്മശക്തിയുടെ കാര്യത്തിൽ ഭയങ്കര മുമ്പോട്ടാണ്. പിന്നെ 5 വർഷം മുമ്പ് ഈ ഒരു സ്ഥലത്തേക്കൂടെ പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു പോസ്റ്റർ ഉണ്ടെങ്കിൽ 5 വർഷം കഴിഞ്ഞ് പോകുമ്പോൾ ഇവിടെ 5 വർഷം മുമ്പ് ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ എന്ന് പറയാനൊക്കെ പിഷുവിന് പറ്റാറുണ്ട്. അപ്പോൾ വല്ല ബ്രഹ്മി വല്ലതും കഴിച്ചിട്ടാണോ ഇത്രയും നന്നായിട്ട് ഓർമ്മയൊക്കെ ഉണ്ടായത് എന്നൊന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ ലൊക്കേഷനിൽ ഇപ്പോൾ UK ഒരു സിനിമയുടെ ലൊക്കേഷനിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ ഇപ്പോൾ സ്ക്രിപ്റ്റൊക്കെ നോക്കിയിട്ടൊന്നും അത് പഠിച്ചിട്ടൊന്നും തലയിൽ കയറുന്നില്ല. അപ്പോൾ ബ്രഹ്മി വല്ലതും ആണെങ്കിൽ പറഞ്ഞു തന്നാൽ ഒരു ഉപകാരമായേനെ. ഓക്കെ. ഈ ഓർമ്മയുടെ കാര്യം ഒരു ധർമ്മജം പറയും, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ എൻസൈക്ലോപീഡിയ ആണെന്ന്. കാരണം എനിക്ക് ഇച്ചിരി ഓർമ്മയുണ്ട്. ചില സിനിമയൊക്കെ കണ്ടാൽ എനിക്ക് തുടക്കം തൊട്ട് തീരുന്നവരെ അത് ഓർമ്മയിരിക്കും. ഈയിടയ്ക്ക് ഒരു ഇന്റർവ്യൂവിന് പോയപ്പോൾ ഒരാൾ ഇതുപോലെ ഞാൻ പറഞ്ഞു ബഡായി ബംഗ്ലാവിലൊക്കെ വന്ന ആർട്ടിസ്റ്റുകൾ ഇട്ട ഷർട്ട് വരെ ചിലപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. ഉടനെ അവൻ ചോദിച്ചു ബഡായി ബംഗ്ലാവ് പ്രിയാമണി വന്നപ്പോൾ എന്ത് ഡ്രസ്സ് ഇട്ടിരുന്നതെന്ന് ചോദിച്ചു. ഞാൻ കൃത്യം പ്രിയാമണിയിട്ട് ഡ്രസ്സ് പറഞ്ഞു അപ്പൊ തന്നെ. അത് എനിക്ക് ചിലപ്പോൾ പറ്റാറുണ്ട്. എല്ലാ കാര്യങ്ങളും അല്ല കേട്ടോ, അത് പ്രിയാമണി ഇട്ടുകൊണ്ടായിരിക്കും അല്ല, അല്ലാതെ എനിക്ക് ഓർമ്മ വെക്കാറുണ്ട്. സുബിയൊക്കെ ഇടുവാണെങ്കിൽ ചിലപ്പോൾ ഓർമ്മ വരുമോ? ഇല്ല, എല്ലാവരുടെയും ഓർമ്മയുണ്ട്. അത് ഈ പറഞ്ഞ പോസ്റ്ററിന്റെ കാര്യം ഉൾപ്പെടെ അത് എനിക്ക് ഭയങ്കര മൈഗ്രെയിന് കാരണമാണ്. ഞാനൊരു സിവിയർ മൈഗ്രെയിൻ പേഷ്യന്റ് ആണ്. ഷുഗറിനും പ്രഷറിനും ഒക്കെ ഗുളിക കഴിക്കുന്ന പോലെ 365 ദിവസവും ഇതിനു വേണ്ടി ഗുളിക കഴിക്കുന്ന ആളാണ് ഞാൻ. മൈഗ്രെയിന് വേണ്ടി അല്ലെ മൈഗ്രെയിൻ വരും എനിക്ക്. അത് ഇത് ബുദ്ധി ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടാവും. അല്ല, ഈ ഓർമ്മ ചിന്തയുടെ പ്രശ്നം ഉണ്ടാവും അതിനകത്ത്. അതുകൊണ്ട് കഴിക്കുന്നുണ്ട്. അതിൽ ഒരു ഗുളിക ഇച്ചിരി മന്ദിപ്പിനുള്ള ഗുളിക, അത് കഴിച്ച ഇച്ചിരി ശേഷം പോകും നമ്മുടെ കയ്യിൽ നിന്ന്. അത് കഴിക്കുന്നുണ്ട്. സുബി പറഞ്ഞെന്ന് വെച്ചാൽ സുബിയുടെ ജീവിത പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഒരു ദൈവദൂതനെ പോലെ പ്രത്യക്ഷപ്പെടുന്ന ആളാണ് പിഷാരടി. സുബി കുറച്ചുപേര് അങ്ങനെ ഉണ്ട്. കാരണം ശരിക്കും ഇവര് പ്രതിസന്ധി എന്ന് പറയണതൊന്നും വലിയ പ്രതിസന്ധി അല്ലല്ലോ. സുബിയൊക്കെ ഇടയ്ക്ക് ഒരു ദിവസം എന്തോ സാമ്പത്തികത്തിനെ പറ്റി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 6 പാസ്പോർട്ടും കയ്യിൽ വെച്ചിട്ട് പറയുന്ന ദാരിദ്ര്യത്തിന് ഒരു വിലയുമില്ല, ഒറ്റ വരിക്ക് തീർന്നു. അപ്പൊ നമ്മൾ ഇത്രയും ഗൾഫിൽ പോയാലേ ഇത്ര പരിപാടികൾ ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ വളരെ ചെറിയ കാര്യങ്ങൾക്കാണ് ഈ പ്രതിസന്ധി എന്നൊക്കെ പറയുന്നത്. അല്ലാതെ അത് വലിയ കാര്യമല്ല എന്ന് പറഞ്ഞാൽ മാത്രം മതി. അതോടെ തീരുന്ന പ്രതിസന്ധികളുള്ളതേ. അല്ലാതെ എന്താണ് അത് കുറെ പേര് അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. കാരണം ഞാൻ പല കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് കാണും. ഒരാൾ കുറ്റം പറഞ്ഞാലും നമ്മളെ പറ്റി ഇപ്പൊ ധർമ്മൻ എന്നെ പറ്റി കുറ്റം, അല്ലെ സാർ എന്നോട് ആ കൊച്ചിന് കുറെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് സാറിനോട് ദേഷ്യം വരൂല. ആണോ? പഴയ പോലെ തന്നെ പെരുമാറാൻ പറ്റും. ശരിക്കും പറ്റും. ഞാനത് അറിഞ്ഞ് മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറത്തില്ല. അത് അവൻ പറഞ്ഞു, അത് കഴിഞ്ഞാൽ അത് അവന്റെ കാര്യം. കുറ്റം പറഞ്ഞല്ലോ, ഉള്ള കാര്യം പറഞ്ഞല്ലേ. അല്ല, അവന് പറയാം. അത് അവനതിന്റെ അതോറിറ്റിയാണ്. അവൻ പറഞ്ഞാൽ പിന്നെ ചോദിക്കാനും പറയാനും ഒന്നുമില്ല. കൂടെ കിടക്കുന്നവരല്ലേ രാപ്പലി അറിയാവുന്ന പറഞ്ഞ പോലെ ധർമ്മജൻ വളരെ കൃത്യമായിട്ട്, അത് മാത്രല്ല ധർമ്മജൻ ആ പറഞ്ഞത് കേൾക്കുന്ന ഒരാൾക്കും
ധർമ്മജൻ വെറുതെ പറഞ്ഞാൽ തോന്നില്ല. ഉള്ളി തട്ടി പറഞ്ഞ ഫീലാണ്. അവൻ ഇത്ര അഭിനയം സിനിമ കാണിച്ചായിരുന്നെങ്കിൽ അവനിപ്പോ എത്ര അവാർഡ് കിട്ടിപ്പോയെന്ന് അറിയാമോ. വട്ടം കൂടി നിൽക്കുക, വട്ടം കൂടി നിൽക്കുക. എന്നിട്ട് ഇവൻ എന്നെ വിളിക്കും അത്ര, മതി പാടാ പോവാന്ന് പറഞ്ഞിട്ട്. എന്താ പറഞ്ഞത് എങ്ങനെയെന്നുള്ളതാണ്. അതെയോ ധർമ്മജനാണ് വട്ടം കൂടി നിൽക്കുന്നത്, അവരെ വിളിച്ചോണ്ട് പോവാണ് പിഷാരടി ചെയ്യാറ് സാറിന്? ധർമ്മനെ വട്ടം, ധർമ്മൻ കാണാതെ പോകും. ധർമ്മന്റെ മുങ്ങലല്ല, ഇവൻ മിസ്സിംഗ് ആണ്. ഇവൻ അവിടെ ഇവിടെയും പോയിട്ട് ഇവനെ സമയമാകുമ്പോ കാണൂല, കാണാതെ പോലെ ആളാണ്. എന്നിട്ട് ഞാൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ എന്നൊക്കെ സ്ഥിരം പറയും. എയർപോർട്ടിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ ഗേറ്റിൽ പോയിട്ടിരുന്ന് ഉറങ്ങിപ്പോവും. വേറെ മലയാളികൾ വന്നിട്ട് പറയും അവിടെ കസേര ധർമ്മനിരുന്ന് ഉറങ്ങുന്നുണ്ട്, ഫ്ലൈറ്റിന്റെ സമയമാകുമ്പോൾ പറഞ്ഞ് ഞാൻ പോയി എടുത്തോണ്ട് വരും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇച്ചിരി കാണാതെ പോകുന്നതിന്റെ മെയിൻ. മൂപ്പര് ഈ സിനിമാ ലൊക്കേഷനിൽ പോയാൽ വേറെ കാര്യം ചെയ്യും, ഏതെങ്കിലും സൂപ്പർ സ്റ്റാറിന്റെ കാരവണിൽ കയറിയിരിക്കും. അപ്പൊ ഒരിക്കലും ധർമ്മനെ അവിടെ പ്രതീക്ഷിക്കുന്നില്ല. ബാക്കി ലോകം മുഴുവൻ തപ്പിയാലും അവിടെ തപ്പൂലല്ലോ ഇവനെ. സ്വന്തം വീട്ടിൽ പോയിട്ട് ഫ്ളാറ്റിൽ, ഇവൻ ഇടക്കാലത്ത് ഒരു ഫ്ളാറ്റിൽ താമസിച്ചായിരുന്നു. പാർക്കിംഗ് തെറ്റി കാറ് വേറൊരു പാർക്കിംഗ് കൊണ്ടിട്ടിട്ട് രാത്രി ഭാര്യ ബുദ്ധിമുട്ടിക്കേണ്ട, 2 മണിക്കല്ലേ ഇപ്പൊ വിളിച്ച് എണീപ്പിക്കേണ്ടെന്ന് ഓർത്ത് കാറ് കിടന്നുറങ്ങി. എന്നിട്ട് ഉച്ചയ്ക്ക് 2 മണി വരെ പുള്ളിക്കാരത്ത് ബുദ്ധിമുട്ടി ഇവനെ കാണാഞ്ഞിട്ട്. എവിടെ ഇവൻ വന്നില്ല. ഞാൻ പറഞ്ഞു ഇവൻ രാത്രി അങ്ങ് പോന്നിട്ടുണ്ടല്ലോ. ഇല്ല ഏട്ടാ, കാറും ഇല്ല, ആളും ഇല്ല, ഫോണിൽ കിട്ടുന്നില്ല. ഉറക്കത്തിൽ വീണിട്ട് ഫോൺ ബാറ്ററി വേറെ ഇത് വേറെ ആയിട്ട് കാറിനകത്ത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. ഉറങ്ങിയത് ഉച്ചക്ക് 2:30 മണി വരെ. ഞാനൊക്കെ എല്ലായിടത്തും അന്വേഷിക്കുന്നു. സ്വന്തം ഫ്ലാറ്റിന്റെ എഴുതി പാർക്കിങ്ങിന്റെ ഉന്നവും തെറ്റിപ്പോയി, വേറെ പാർക്കിങ്ങിൽ ഇട്ടിട്ട് സുഖമായിട്ട് ഉറങ്ങി 2 മണിക്ക് എണീറ്റ് വീട്ടിൽ പോയേക്കുന്നു. അങ്ങനെ ചെയ്യുന്നവനാണ് ഇവൻ. അവനാണ് നമ്മുടെ അവനാണ് എന്റെ വട്ടച്ചുറ്റലിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ പാട്ടുകാരി, അതായത് സ്റ്റേജിൽ എപ്പോഴും മിമിക്രിക്ക് ഒരു പെണ്ണൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. പാട്ടിന് ഡാൻസിനൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാരുണ്ടാവുക. അവര് സ്വാഭാവികമായിട്ടും വട്ടം കൂടി നിൽക്കും. കാരണം എന്റെ നല്ല സ്വഭാവമാണ്. ഇവന്റെ അടുത്ത് വട്ടം കൂടി നിൽക്കാൻ പറ്റൂലേ. ഓ അതേ കളിക്ക് അതാണ്. ഇവന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. പ്രശ്നമാണ്. ശരി, ഇത്രയൊക്കെ മതി കേട്ടോ. ആവശ്യത്തിനായി. ധർമ്മജൻ ഇനി അടുത്ത ഇന്റർവ്യൂവിൽ പറയാനുള്ള വകുപ്പ് സാറിന് ആവശ്യത്തിനായി ഞാൻ ഇടയ്ക്ക് യൂട്യൂബിലെടുത്ത് സാറിന്റെ എപ്പിസോഡ് കാണാറുണ്ട്. കാരണം സാറിന് ഈ എതിരെ വലിയ വലിയ ആൾക്കാര്, മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആൾക്കാരെ വന്ന് ഇരുത്തിയും അവരോട് ചോദ്യം ചെയ്തുമൊക്കെ സാറ്, ഞാനിങ്ങനെ അതിന്റെ ഒരു വിഷ്വല് മനസ്സിൽ കണ്ടു. ഒരു ദിവസം സാറ് വിചാരിച്ചാ ഇന്ന് വരുന്ന ആള് ഒരു സാധാരണക്കാരൻ, എനിക്ക് ഇന്ന് ചോദ്യം ചോദിച്ച് മറിക്കാൻ പുള്ളീനെ എന്നൊക്കെ ഓർത്ത് സാറ് വന്ന ദിവസം വാവ സുരേഷ് വന്നു. വാവ സുരേഷ് വന്നിട്ട് 2 പാമ്പിനെ എടുത്ത് നടുക്കിലേക്ക് ഇട്ടപ്പം സാറിന്റെ സർപ്പ പിടിയും വിട്ടിട്ട് സാറ് പേന ആട്ടുമ്പോ അതിനനുസരിച്ച് സർപ്പ എവിടെ എന്ന് പറഞ്ഞു. എന്നിട്ട് സാറ് തന്നെ ഇവിടെ നിന്നിട്ട് സുരേഷ്, ഈ ഇരിക്കുന്ന ആള് സുരേഷ് സുരേഷ് ഇതെന്നും പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് പാമ്പിനെ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. എത്ര പേടിച്ചത് കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് എനിക്കറിയില്ല. എന്നാ പോലും അതിനകത്ത് എനിക്ക് ഭയങ്കര പേടിയാ ഭയങ്കര പേടിയാ. ഈ ഒരു എപ്പിസോഡ് ഞാൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും സാറിന് പേനയൊക്കെ അനക്കണേ ഇല്ല. കാരണം സർപ്പ് ഉന്നം വെച്ചോണ്ടിരിക്കുക പേനയൊക്കെ ഇട്ട് കൊത്താനായിട്ട്. അല്ല, ഞാൻ ഈ പേന മാറ്റുന്ന കൊണ്ട് നോക്കുമ്പോ അതിനനുസരിച്ചിട്ട് അവൻ ഇങ്ങനെ വരും. പുള്ളി പാമ്പിനെ എടുത്ത് തന്നപ്പം സാറിന് നേരെ നീട്ടിയപ്പോ പതുക്കെ അത് എന്റെ നേരെ നീട്ടിയെന്നുള്ളത് പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തൊടാൻ കേട്ടോ പാമ്പിനെ. ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട് സാർ. ഇതൊക്കെ വളരെ കറക്റ്റാണ്. സ്നേക്ക് ഡാൻസ് എന്ന് പറഞ്ഞ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പം സ്റ്റേജിൽ പെട്ടെന്ന് ഒരു തമിഴൻ സ്നേക്ക് ഡാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സിബ് തുറന്നിട്ട് കുറെ പാമ്പിനെ എടുത്ത് ഷർട്ടിനകത്തിട്ട് ഒരു മലമ്പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ടിട്ട് സ്റ്റേജിൽ പോയി ഡാൻസ് കളിക്കുകയാണ്. അപ്പൊ ഈ പ്രസാദ് ഏട്ടൻ സ്റ്റേജിന്റെ സൈഡില് അയ്യാ ദൈവമേ അയ്യപ്പാ കാത്തു എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ നടക്കണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു പ്രസാദേട്ട വയ്യെങ്കില് സൈഡിൽ പോയിരുന്നത് ചിലർക്ക് സാറിന് പറഞ്ഞ് ഇതിനെ കാണുമ്പോ ഒരു പ്രശ്നമുണ്ടാവും. കാണുന്നില്ല, അല്ല അല്ല എന്റെ മക്കളുടെ ഭാഗ്യം, അയ്യോ ദൈവം കാത്തു എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞ് പ്രശ്നം സമാനം ഞാൻ എന്താ ഏട്ടാന്ന് ചോദിച്ചപ്പോ ഇവൻ പാമ്പിനെ ഇട്ടുകൊണ്ട് വന്ന അതേ കളറും അതേ ഷേപ്പുള്ള ബാഗാണ് പ്രസാദേട്ടന്റെ ബാഗ്. അപ്പൊ സ്കിറ്റിനകത്ത് മുടി നരപ്പിക്കാൻ പൗഡർ ഉണ്ടോ എന്ന് നോക്കാൻ പുള്ളി ഈ പാമ്പ് കിടന്ന ബാഗ് തുറന്നിട്ട് അതിന് കാത്ത് കൈയിട്ട് തപ്പിയായിരുന്നു കുറച്ച് മുമ്പ്. പാമ്പെങ്ങാൻ കൊത്തിയിരുന്നെങ്കിൽ എന്തോ ഇതേനെ. അപ്പം മറ്റവൻ വന്ന് തുറന്ന് പാമ്പിനെ എടുത്തപ്പോഴാണ് പുള്ളി അയ്യോ അതിനകത്താണല്ലോ ഞാൻ കൈയിട്ടെന്ന് പറഞ്ഞിട്ട് ദൈവമേ കാത്തോ എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ കൂടെ നടക്കുക. ഹലോ, രമേശ് പിഷാരടി. എനിക്ക് രമേശിനോട് 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, ഇന്നത്തെ യുവതലമുറ, ഇപ്പോഴത്തെ കലാകാരന്മാർ നമ്മുടെ പഴയ കലാകാരന്മാരെ കാണുമ്പോൾ തീർത്തും അവരെ അവഗണിക്കാറുണ്ട്, അല്ലെങ്കിൽ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നത് കാണാറില്ല. പക്ഷേ രമേശിൻ്റെ പെരുമാറ്റം ഞാൻ പലപ്പോഴും ഒബ്സർവ് ചെയ്യാറുണ്ട്. രമേശ് വളരെയധികം മറ്റുള്ളവരെയൊക്കെ റെസ്പെക്റ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ളൊരു കമൻറ്റാണ് ഒന്നാമത് വേണ്ടത്. രണ്ടാമത്, പഞ്ചവർണ്ണ തത്തയുടെ കഥ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരു പാവം പിടിച്ചൊരു മനുഷ്യൻ്റെ കഥയാണ്. ഈ കഥ എന്താ തിരഞ്ഞെടുക്കാൻ കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പലരോടും പറഞ്ഞു അത് രമേശ് പിഷാരടിക്ക് ഒരു ആത്മാംശമുണ്ട് ആ കഥയിലെന്ന് ഞാൻ പറഞ്ഞിരുന്നു.
ഞാനത് പറയാൻ കാര്യം, രമേശിൻ്റെ വീട്ടിൽ വരുമ്പോൾ രമേശിൻ്റെ വീട്ടിൽ ഫ്ലാറ്റിനകത്ത് തന്നെ ഒരു തത്തയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കൂട്ടിൽ അടക്കപ്പെടാത്ത ഒരു തത്തേനെ, ഒരു കിളിയെ കാണുന്നത്. എപ്പോഴും രമേശ് ആ തത്തക്ക് ഓരോ ആഹാരങ്ങൾ കൊടുക്കുന്നതെല്ലാം കാണാം. അത് വളരെ ഓപ്പണായിട്ടാണ് ആ വീട്ടിനകത്ത് ആ തത്ത താമസിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കിളികളെയും തത്തയൊക്കെ സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ അല്ലേ രമേശ് അത്തരത്തിലൊരു കഥ എടുത്തത്? പ്രസാദ് ഇന്നലെ വല്ല ഫോൺ വിളിച്ചിരുന്നോ? അതല്ലേ ഇന്നലെ വല്ല ഫോൺ വിളിച്ചിരുന്നോ? ഇല്ല, വിളിച്ചിട്ടൊന്നുമില്ല. പ്രസാദനെ എൻ്റെ സിനിമ, ഞാന് സുബി പറഞ്ഞ പോലെ ചില സമയത്ത് നമുക്ക് ഒരു സീനിയർ അഡ്വൈസ് ആവശ്യം വരും. നമ്മൾ ഒരുപാട് അധ്വാനിച്ച് ഒരു സ്കിറ്റ് ഉണ്ടാക്കി, അതിലൊരാൾ വരുന്നു, അവൻ നന്നായിട്ട് ചെയ്യുന്നില്ല, എന്നിട്ട് അവനാണ് അത് ചെയ്തതെന്ന് അവൻ പറഞ്ഞുകൊണ്ട് കിടക്കുക എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞാൽ എനിക്ക് അതിൽ വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഡിസ്കസ് ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ പ്രസാദേട്ടൻ ചിലപ്പം ഒറ്റയടിക്ക് ഒരു ഉദാഹരണം പറയും, അതിപ്പം ഒരു ഗേറ്റ് തുറന്നാൽ അതിലൂടെ ഒരാൾ തന്നെ പൊക്കോളണമെന്നില്ല, ഇപ്പം നിനക്ക് പോകാനായിരിക്കും ഗേറ്റ് തുറന്നത്, പക്ഷെ രണ്ടുപേരും അതിൻ്റെ അകത്തൂടെ കയറി അങ്ങ് പോകും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ചില സമയത്ത് ഇവരുടെ ഒരു കാരണം മിമിക്രി എന്ന് പറഞ്ഞ ആദ്യമായിട്ട് കേരളത്തിൽ നിരന്നു നിന്ന 4-5 പേരിൽ ഒരാളാണ് പ്രസാദേട്ടൻ. അപ്പൊ അത്രയും സീനിയറാണ്. ഈ പറഞ്ഞ ജയറാമേട്ടനെ കലാഭവനിലോട്ട് വരൂ എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വന്ന ആളാണ് പ്രസാദേട്ടൻ. അപ്പം അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സീനിയേഴ്സിനെ റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ പറഞ്ഞ പോലെ ഇവരൊക്കെ ചെയ്തിട്ടുള്ള സംഭാവനകൾ എന്താണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഈ റെസ്പെക്ട്. തീർത്തും പുതിയവർക്ക് ഇത് അറിയില്ല. ഈ അറിവില്ലായ്മയായിരിക്കും ചിലപ്പോൾ അഹങ്കാരമായിട്ട്. വന്ന വഴി മറക്കരുത് അല്ലെ പിഷാരടി? നമുക്ക് മുമ്പ് നടന്നവനെ കുറിച്ച് പഠിക്കുന്നത് നല്ലതാണ്. ഇവര് ചെയ്തിട്ടുള്ളതും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരിക്കലും മൂത്ത ഒരാളെ അല്ലെങ്കിൽ ഒരു വലിയ ഒരാളെ ചീത്ത വിളിക്കുക, നമ്മൾ അതൊക്കെ ചെയ്യാന്ന് പറയുന്നത് അതൊന്നും ഒരു വലിയ ഭയങ്കര മഹാഗുണമായിട്ടല്ല, അതൊക്കെ വളരെ ബേസിക് ഗുണങ്ങളിൽപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളൂ. അതിനെപ്പറ്റി ഒരു കമന്റ് പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ ഞാനും വീട്ടില് തത്തയും തമ്മിലുള്ള ബന്ധം, ഒരു ആഫ്രിക്കൻ ഗ്രേ എന്ന് പറയുന്ന തത്തയുണ്ട്. നമ്മുടെ നാടൻ തത്തയല്ല, അതിനെ വളർത്താൻ പാടില്ല. ആഫ്രിക്കൻ ഗ്രേ എന്ന് പറയുന്ന ഒരു തത്തയാണ്, എക്സോട്ടിക് ബേർഡ് ആണ്. കൊണ്ടുവന്നാണ് അല്ല, അതിനെ ഇവിടെ കിട്ടും. അതൊക്കെ വർഷങ്ങൾ മുമ്പ് ഇവിടെ വന്ന് ഇവിടെ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വർത്താനം പറയുന്ന സ്പീഷീസിൽ പെട്ട തത്തയാണ്. വർത്താനം എന്ന് മാത്രമല്ല, മിമിക്രിക്കാരനും കൂടിയാണ്. ശബ്ദം കൂടെ അനുകരിക്കും. ഓ ശരി. ഇപ്പൊ എന്റെ വീട്ടിൽ ഫോൺ ബെല്ല്, ലാൻഡ് ഫോൺ അടിക്കുന്ന സൗണ്ടാന്ന് ഓർത്ത് നമ്മൾ ചെല്ലുമ്പോൾ ഈ തത്തയായിരിക്കും ഇരുന്ന് അടിക്കുന്നത്. കുടുക്കുടുക്കുടുക്കുടുക്കുടുക്കുടുക്കുടു ഹലോ എന്നൊക്കെ പറഞ്ഞ് അത് തന്നെ ഫോണും അടിക്കും, ഹലോയും പറയും, എല്ലാം ചെയ്യും. അങ്ങനത്തെ തത്തയാണ്. അപ്പൊ ഭാര്യ മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഇടയ്ക്ക് ഇവരോട് സംസാരിച്ചോണ്ടിരുന്ന തത്തയായിട്ട് സംസാരിക്കാന്ന് പറയുള്ളൂ. തത്ത വൈഫിന്റെ സൗണ്ടില് ഏട്ടാ ഒക്കെ എന്നെ വിളിക്കും. അങ്ങനത്തെ വർത്താനം പറയുന്ന തത്തയാണ് പ്രസാദനെ ഈ കണ്ടു എന്ന് പറയുന്നത്. ഭാര്യയും കിളിന്നൊക്കെയാണോ വിളിക്കുന്നത്? കിളിയെന്നാ വിളിക്കുന്നത്. അതെന്താ പിഷാരടി? അത് എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ പെണ്ണ് കാണാൻ പോയിട്ട് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഒരു കിളി ഇരിക്കുന്ന ഫീല് തോന്നി ഫസ്റ്റ് കണ്ടപ്പോൾ. അപ്പൊ തന്നെ കിളിന്ന് പേരിട്ടു. ഞാൻ പലർക്കും എനിക്ക് ഇഷ്ടമുള്ളൊരു പേരിട്ടിട്ടാണ് വിളിക്കാറ്, അല്ലാതെ വെറുതെ വിട്ടുകൊടുക്കാറില്ല. ഇപ്പൊ ചാർലിയിൽ ദുൽഖർ സൽമാൻ ആ സ്വഭാവം കണ്ടു. ഞാൻ മാത്യു പ്രക്കാടിനോട് പറഞ്ഞു ഇത് എനിക്കുള്ള സ്വഭാവമാണ്. പല ആളുകൾക്കും അവരുടെ ഒറിജിനൽ പേര് ചേരായിക തോന്നും എനിക്ക്. അപ്പൊ ഞാൻ എനിക്കിഷ്ടമുള്ളൊരു പേരിട്ട് വിളിക്കും. അങ്ങനെ കിളിന്ന് പേരിട്ടു. കിളിന്ന് അപ്പൊ തന്നെ പേര്. ഭാര്യക്ക് ഒരു ഒബ്ജക്ഷൻ ഉണ്ടായില്ല? ഒരു ഒബ്ജക്ഷൻ ഉണ്ടായില്ല. കിളി പോയി എന്ന് പറയുമ്പോൾ അർത്ഥം വേറെയായി. ഇത് ആ കിളി അല്ല, ഇത് കിളി. പിന്നെ വീടിന് കിളിക്കൂടെന്ന് പേരിട്ടു. അങ്ങനെ തത്തയുടെ പേരെന്താണ്? ഇമ. ഓ ശരി. അത് മോൾക്കിടാൻ വെച്ച പേരാണ് ഇമ എന്നുള്ളത്. പക്ഷെ ഇംഗ്ലീഷ് എഴുതുമ്പോൾ ഐ എം എ എന്ന് എഴുതിയാല് ഐമാന്ന് വായിക്കുമോ ഇമാന്ന് വായിക്കുമോ എന്നുള്ളത് പറ്റില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷൻ. ഇ എം എന്ന് എഴുതിയ എമാന്ന് വായിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ സ്പെല്ലിംഗ് കൺഫ്യൂഷൻ വരും എന്ന് പറഞ്ഞ് മാറ്റിയിട്ടാണ് പീലി ആക്കിയത്. ഇമ എന്ന് പറഞ്ഞ കണ്ണാണ്. അപ്പൊ അതിന്റെ തന്നെ അടുത്ത സാധനം എടുത്തു പീലി. നോക്ക് പേര്. മോൻ വീരൻ. ഗിരിധർ എന്നാണ് ശരിക്കും പേര്. ഇവര് തന്നെ പറയും ഓരോ സാധനത്തിനെ കൊണ്ടുവരരുത്, അതിനെ മേടിച്ചുകൊണ്ടുവരരുത്, നോക്കാൻ പറ്റൂല, പാടാന്നൊക്കെ പറയും. 2 കുഞ്ഞുങ്ങളും ഞാനാണ് വീട്ടിലില്ലാത്ത ജോലിയല്ലേ, ഇവര് വേണ്ട ഇതിനെ നോക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പണ്ടൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ പലരെയും പിടിച്ചോണ്ട് വരുമായിരുന്നു. ചോറ്റുപാത്രത്തിൽ മീൻ പിടിച്ചോണ്ട് വരിക. എനിക്ക് എത്രയോ നാൾ അണ്ണാനുണ്ടായിരുന്നു. കുറെ നാൾ അണ്ണാനെ വളർത്തിയിട്ടുണ്ട്, ഗിനിപ്പന്നീനെ വളർത്തിയിട്ടുണ്ട്, വീടിനകത്ത് തന്നെ ഒരു ലവ് ബേർഡ്സിനെ വളർത്തിയിട്ടുണ്ട്. വളർത്തലൊരു പ്രധാന പരിപാടിയാണ്, ജീവികളെ കാണൽ പ്രധാന പരിപാടിയാണ്. പരിസര നിരീക്ഷണം, ധർമ്മജൻ പറഞ്ഞ നിരീക്ഷണം, പിന്നെ മൃഗങ്ങളുടെ നിരീക്ഷണം, പക്ഷി നിരീക്ഷണം, ഒരുപാട് നിരീക്ഷണങ്ങളിലൂടെയാണ്. നിരീക്ഷണം. പക്ഷെ ഭയങ്കര ബോറടിക്കുമല്ലേ ഈ സാധനങ്ങളെ. ചില പട്ടിയൊക്കെ റോഡിന്റെ സൈഡിൽ കൂടെ ഒക്കെ പോണ കണ്ടു കഴിഞ്ഞാല് എന്തോ വലിയ കാര്യത്തിനാണ്. ഒരു കാര്യമില്ല, ഇവരെ നിരീക്ഷിച്ച് നമുക്ക് പോയിട്ട് കാര്യമില്ല, ഇരിക്കാനായിട്ട് നേരമില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്.